ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതൊരു സെമി ഗ്രേവി ടൈപ്പ് ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെ ഉണ്ടാവും അറിയില്ല. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, അപ്പോൾ ഇഷ്ടപ്പെട്ടു. കാരണം ഒന്നുകൂടെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇനി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. എന്നിട്ട് നമുക്കിനി പോവാം. അതിനായി നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാൻ പോകുന്നത്. അതിന് വന്നിട്ട് ഇതുപോലത്തെ ഈ സാധനം ഉണ്ട്, ഇടിക്കുന്ന സാധനം. ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതിൽ കുറച്ച് ഞാൻ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇടിച്ച് ചമ്മന്തിയാക്കാം. കുറച്ച് സവാള അരിഞ്ഞ് വയ്ക്കണം. ഓക്കെ, ചിക്കൻ എടുത്തിട്ട് ചിക്കൻ ഒരു 2.5 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ചിക്കൻ അത് മസാലയൊക്കെ പുരട്ടി സെറ്റാക്കി വയ്ക്കാം. നമുക്ക് ചിക്കൻ മസാല ഇടാം. അതിൻ്റെ പേരുണ്ട് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതിട്ട് തന്നെ കുറച്ച് കളർ കിട്ടും. അതിനുവേണ്ടി കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി വേണമെങ്കിൽ എരിവ് കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടെ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മളെ ചില്ലി പൗഡർ ഇടുന്നില്ല, വേണ്ട. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം ഇത്ര ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിൽ കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ പണിയാവേ. നമ്മൾ ഈ പേസ്റ്റ് എടുത്ത് ഇതിനകത്തിടാം. ഇത് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിനകത്ത് തരി കൊടുക്കാം. ഇത്ര സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കണം. എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് എണ്ണ ആഡ് ചെയ്യാം, കുറച്ച് മതി. അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ഒരു മുട്ടയും വേണമെങ്കിൽ ആഡ് ചെയ്യാം. തൈര് കളറായിട്ടുണ്ട്, കാശ്മീരി ചില്ലി ഇട്ടിട്ട് പിടിക്കില്ല. എന്നിട്ട് ശരിക്കും ഒരു ഹാഫ് ആൻ അവർ നമ്മളിത് വെയിറ്റിങ്ങിന് വെക്കണം. തീ എത്തിക്കുക. അതിനുശേഷം ചെറിയ ഇങ്ങനത്തെ ഒരു ഉരുളി വെച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന വരെ ഫ്രൈ ആകണം. എന്നിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടി. നല്ല റെഡിഷ് കളറായിട്ട് വരും. ഇപ്പോൾ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം ഇത് ഇപ്പം ഇങ്ങനെ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇതൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. നമ്മളെല്ലാം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കത് ഒരു ഗ്രേവി ടൈപ്പ് ആക്കാം. ഗ്യാസ് എത്തിച്ച് ആ പാത്രത്തിൽ നമ്മൾ വറുത്ത പാത്രം തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സവള ഇടുക. സവള ഇട്ട് കഴിഞ്ഞാൽ വേറെ നമ്മളതിന് കൂടുതലൊന്നും ഇല്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. വാട്ടിയെടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പിടുക. നമ്മൾ മറ്റേത് ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ കൂടുതൽ ഉപ്പിടരുത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ മറ്റേ വറുത്തൽ ഇട്ടിട്ടുണ്ട്, കുറച്ചിട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലി അല്ല, അത് ഇവിടുത്തെ ആ ചില്ലി പൗഡറിന് കുറച്ചിട്ട് കൊടുക്കുക. ഒരു പൊടിക്ക് ചിക്കൻ മസാലയും കൊണ്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ എന്തൊക്കെ ഇട്ടിരിക്കണോ അതൊക്കെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ കോൺഫ്ലവർ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഇതിനകത്ത് വെച്ച് കൊടുക്കുക. ഒരു 2 സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ട് അത് ഒന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. നമ്മൾ കൂടുതൽ ഗ്രേവി ആക്കുന്നില്ല, അത് കാരണം ഇങ്ങനെ ചെയ്യണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. സവാള കൂടുതൽ ഇടണമെന്ന് പറഞ്ഞാൽ സവാള നന്നായിട്ട് ഇതിൽ മിക്സായിട്ട് കിട്ടണമെങ്കിൽ കുറേ സവാള വേണം. അതുകൊണ്ടാണ് കുറേ സവാള ഇട്ടത്. നമുക്ക് കുറച്ച് തക്കാളി സോസ് ഇട്ട് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് സോസ് മാത്രം ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഇതിൽ സോയ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഓൾറെഡി നല്ല ഫ്രൈ ആയി വെന്താണ്, വേവിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെച്ചാൽ എന്നിട്ട് എടുക്കുക, എന്നിട്ട് കഴിക്കാം. ഫ്രൈ ആയിട്ട് വരികയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ചാൽ നമുക്ക് സെമി ഗ്രേവിയിട്ട് കിട്ടും. ഇളക്കി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഏകദേശം വെന്താണ്, നമുക്ക് എടുത്ത് കഴിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. കുക്കിംഗ് പരിപാടി കഴിഞ്ഞു. ഇനി കഴിച്ച് നോക്കാം. ഞാൻ കഴിക്കുന്നത് ഇടുന്നില്ല. ഞാനിതിന് മുന്നേ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക, കമൻറ്റ് ചെയ്യുക, എന്നൊക്കെ ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കി സപ്പോർട്ടുകൾ ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.